അസാധ്യമായിട്ടൊന്നുമില്ല എന്ന ആത്മവിശ്വാസം കേരളത്തിന് പകരുന്ന നേട്ടമാണ് വികസന മേഖലയിൽ സർക്കാർ കൈവരിച്ചത്. സംസ്ഥാനത്തിൻ്റെ കാർഷിക മേഖലയ്ക്കാകെ പുത്തൻ ഉണർവ് പകർന്ന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് കൂടി കൈകാര്യം ചെയ്ത മന്ത്രി പി പ്രസാദ് നയിക്കുന്ന ചേർത്തല നിയമസഭാ മണ്ഡലത്തിലെ വികസന കാഴ്ചകൾ നവകേരളം നവമുന്നേറ്റത്തിൽ കൂടി. കേരളത്തിലെ ആലപ്പുഴ ജില്ലയിലെ ചേർത്തല മുനിസിപ്പാലിറ്റിയെ കൂടാതെ ചേർത്തല തെക്ക്, കടക്കരപ്പള്ളി, കഞ്ഞിക്കുഴി, മുഹമ്മ, പട്ടണക്കാട്, തണ്ണീർമുക്കം, വയലാർ എന്നീ പഞ്ചായത്തുകളും അടങ്ങുന്നതാണ് ചേർത്തല നിയോജക മണ്ഡലം. സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദാണ് നിലവിൽ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത്. നവകേരളം സൃഷ്ടിക്കുന്നതിനായി സംസ്ഥാനം രൂപപ്പെടുത്തിയ മാതൃകാപരമായ പ്രവർത്തനങ്ങളിൽ കാർഷിക മേഖലയ്ക്ക് വലിയ പങ്കാണുള്ളത്. മന്ത്രി എന്ന നിലയിൽ കാർഷിക വികസന, കർഷകക്ഷേമ, മണ്ണ് സംരക്ഷണം, മണ്ണ് പര്യവേഷണം, കേരള കാർഷിക സർവകലാശാല, സംസ്ഥാന വെയർഹൌസിംഗ് കോർപ്പറേഷൻ തുടങ്ങിയ വകുപ്പുകൾ കൈകാര്യം ചെയ്യുമ്പോഴും മണ്ഡലത്തിലെ സമഗ്ര വികസനത്തിന് വലിയ മുൻതൂക്കമാണ് പി പ്രസാദ് നൽകിയത്. കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനം എന്നത് എല്ലാ കാലത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിരുന്നു. ഐക്യകേരളത്തിൻ്റെ പിറവിക്ക് ശേഷമുള്ള ഇത്രയും കാലത്തിനിടയിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി ഇത്രമേൽ തുക ചെലവഴിച്ച മറ്റൊരു കാലഘട്ടവും ഇല്ല എന്ന് ഏതൊരാൾക്കും ബോധ്യമാവുന്ന കാര്യമാണ്. ഓരോ ഇടങ്ങളിലും അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ കാലത്ത്, ഒന്നാം പിണറായി സർക്കാരിൻ്റെയും രണ്ടാം പിണറായി സർക്കാരിൻ്റെയും കാലഘട്ടങ്ങളിൽ ചെലവഴിച്ച തുകയുടെ കണക്ക് നോക്കുമ്പോഴാണ് നമ്മൾ ഈ യാഥാർത്ഥ്യത്തിലേക്ക് എത്തുക. അതിനുവേണ്ടി കണ്ടെത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം കിഫ്ബിയിലൂടെ ഇതെല്ലാം യാഥാർത്ഥ്യമാക്കി തീർക്കുക എന്നുള്ളതായിരുന്നു. അതിൻ്റെ ഭാഗമായി നിരവധിയായ പ്രവർത്തനങ്ങൾ ചേർത്തല മണ്ഡലത്തിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അങ്ങേയറ്റത്തെ അഭിമാനകരമായ ഒരു നേട്ടം തന്നെയാണ്. ലോകബാങ്ക് സഹായത്തോടെ നടപ്പാക്കുന്ന കേര പദ്ധതിക്ക് കീഴിൽ ചേർത്തലയിൽ ആഗ്രോ പാർക്ക് ഈ വർഷം സ്ഥാപിക്കുമെന്ന് മന്ത്രിയും MLAയുമായ പി പ്രസാദ് പറഞ്ഞു. കാർഷിക പദ്ധതിക്ക് 2365 കോടി രൂപ ലോകബാങ്ക് സഹായമായി അനുമതി ലഭിച്ചിട്ടുണ്ട്. കൃഷിഭവനുകളിൽ ആഗ്രോ ക്ലിനിക് ഏർപ്പെടുത്തും. ഈ പ്രവർത്തനങ്ങൾക്കും തുടക്കം കുറിച്ചു കഴിഞ്ഞു. അടിസ്ഥാന സൗകര്യ വികസനത്തിന് വലിയ മുന്നേറ്റമാണ് മണ്ഡലത്തിൽ നടക്കുന്നത്. ആരോഗ്യമേഖലയിൽ ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ 58 കോടി രൂപ മുടക്കി പുതുതായി നിർമ്മിക്കുന്ന 6 നില കെട്ടിട സമുച്ചയം മണ്ഡലത്തിലെ ഈ വർഷത്തെ പ്രധാന വികസന പ്രവർത്തനങ്ങളിൽ ഒന്നാണ്. 4 ഓപ്പറേഷൻ തിയേറ്റർ, ഒരു മൈനർ ഓപ്പറേഷൻ തിയേറ്റർ, ആധുനിക സൗകര്യങ്ങളോടുകൂടിയ മോർച്ചറി, ജനറൽ ഓർത്തോ, ജനറൽ സർജറി, ഒഫ്താൽ സർജറി, എമർജൻസി ഓപ്പറേഷൻ തിയേറ്റർ എന്നിവയിൽ ഒരു മെയിൻ ബ്ലോക്ക് കൂടാതെ സർവീസ് ബ്ലോക്കും 206 കിടക്ക സൗകര്യവും ഇവിടെ ഒരുങ്ങുന്നു. സാധാരണക്കാരായ മനുഷ്യർ അധിവസിക്കുന്നൊരു മേഖലയാണ് ചേർത്തല. അവിടെ ആതുര ശുശ്രൂഷ രംഗം എന്നത് അങ്ങേയറ്റത്തെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. പാവപ്പെട്ടവർ, സാധാരണക്കാർ, തൊഴിലാളികൾ, ഇടത്തരക്കാർ, കർഷകർ എന്നിവരെല്ലാം വന്നു കയറുന്ന, അവരെല്ലാം ചികിത്സയ്ക്കായി ആശ്രയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് ചേർത്തല താലൂക്ക് ആശുപത്രി. നാഷണൽ ഹൈവേയോട് ചേർന്ന് നിൽക്കുന്ന ഈ ആതുരാലയം പല വിധങ്ങളായ കാരണങ്ങളാൽ പ്രത്യേകതകൾ ഏറെയുള്ള ഒരു ആതുര ശുശ്രൂഷ കേന്ദ്രമാണ്. പ്രതിസന്ധികളും പ്രയാസങ്ങളും ഏറെയായിരുന്നു. ആധുനിക സംവിധാനങ്ങൾ, പുത്തൻ കെട്ടിടങ്ങൾ ഒന്നുമില്ലാത്തതിൻ്റെ പേരിൽ വീർപ്പ് മുട്ടിയിരുന്ന, ബുദ്ധിമുട്ടിലായിരുന്ന ചേർത്തല ആശുപത്രിക്ക് ശാപമോക്ഷം ലഭിച്ചത് കിഫ്ബിയിലൂടെ അവിടേക്ക് പദ്ധതികൾ ഒഴുകിയെത്തി എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. 6 നിലകളിലുള്ള വലിയൊരു കെട്ടിടമാണ് ഇപ്പോൾ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. നിരവധിയായ കോടികളാണ്, 70 കോടിക്കപ്പുറത്തേക്കുള്ള തുകയാണ് അതിനായി നീക്കിവച്ചിരിക്കുന്നത്. ആ പണി ഇപ്പോൾ ഏതാണ്ട് പൂർണ്ണതയിലേക്ക് എത്തുകയുമാണ്. ഇത്രമേൽ പണം മുടക്കാൻ സംസ്ഥാന ബജറ്റിൽ നിന്ന് മാത്രമായി ചെലവഴിക്കാൻ പറ്റുകയില്ല എന്നുള്ളതുകൊണ്ട് ഒറ്റയ്ക്ക് ഈ കാര്യങ്ങളെല്ലാം സംസ്ഥാന ബജറ്റിനെ ആശ്രയിച്ച് നിരവധിയായ വർഷങ്ങൾ കൊണ്ട് ഈ പ്രവർത്തികൾ പൂർത്തിയാക്കുക എന്നത് പ്രയാസമുള്ളൊരു കാര്യമാണ് എന്നുള്ളതുകൊണ്ടാണ് ഇന്ന് നടപ്പിലാക്കേണ്ട, ഇന്ന് പരിഹരിക്കേണ്ട കാര്യങ്ങൾ കിഫ്ബിയിലൂടെ പണം കണ്ടെത്തി പരിഹരിച്ചുകൊണ്ട് പിന്നീട് ബജറ്റ് വിഹിതത്തിൽ നിന്ന് തിരിച്ചടയ്ക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വപൂർണ്ണമായ സമീപനം ഗവൺമെൻറ് സ്വീകരിച്ചത്. അതിൻ്റെ ഫലമായിട്ടാണ് ചേർത്തല ആശുപത്രി മാറ്റങ്ങൾക്ക് ഇപ്പോൾ വിധേയമായിരിക്കുന്നത്. വലിയ കെട്ടിടം യാഥാർത്ഥ്യമാവുന്നതോടെ, ആധുനിക സൗകര്യങ്ങളെല്ലാം അവിടെ എത്തുന്നതോടെ
ചേർത്തല പോലെ സാധാരണക്കാർ അധിവസിക്കുന്ന ഒരു ജനതയ്ക്ക് അവരുടെ ആരോഗ്യ മേഖലയ്ക്ക് ഏറ്റവും വലിയൊരു ഉറപ്പ് ലഭ്യമാകുന്നു എന്നുള്ളതാണ്. എത്ര നന്ദി പറഞ്ഞാലാണ് മതിയാവുക എന്ന് ആലോചിച്ച് നോക്കുക. വടക്കേ അങ്ങാടിക്കവല വികസനം, നെടുമ്പ്രക്കാട് വിളക്കുമരം പാലം, സെയിന്റ് മേരീസ് പാലം, ഇരുമ്പ് പാലം, ഗ്രീൻഫീൽഡിൻ ഒറ്റമശ്ശേരി എന്നിവയുടെയൊക്കെ നിർമ്മാണ പൂർത്തീകരണം മണ്ഡലത്തിലെ എടുത്തു പറയേണ്ട വികസന പ്രവർത്തനങ്ങളാണ്. നെടുമ്പ്രക്കാട് വിളക്കുമരം പാലം കിഫ്ബി ധനസഹായത്തോടുകൂടി പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. 21 കോടിക്കപ്പുറത്തേക്ക് പണം മുടക്കിയിട്ടാണ് ആ പാലം യാഥാർത്ഥ്യമാവുന്നത്. ചേർത്തല, അരൂർ മണ്ഡലങ്ങളിൽ അധിവസിക്കുന്ന ഒരു ജനതയുടെ ദീർഘനാളത്തെ ആഗ്രഹം യാഥാർത്ഥ്യമായി തീരുന്നു എന്നുള്ള വലിയ പ്രത്യേകതയാണ് ചേർത്തല നെടുമ്പ്രക്കാട് വിളക്കുമരം പാലം യാഥാർത്ഥ്യമാവുന്നതോടുകൂടി സംഭവിക്കുന്നത്. എത്രയോ കാലങ്ങൾ കൊണ്ടുള്ള ഒരാഗ്രഹത്തിൻ്റെ, ഒരു സ്വപ്നത്തിൻ്റെ സഫലീകരണമാണ് ഈ പാലത്തിൻ്റെ പൂർത്തീകരണത്തോടുകൂടി സംഭവിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത്രയും പണം മുടക്കാൻ എത്ര കാലം നമ്മൾ കാത്തിരിക്കേണ്ടി വരുമായിരുന്നു. കിഫ്ബി ഉള്ളതുകൊണ്ടാണ് ഈ പാലം യാഥാർത്ഥ്യമായി തീർന്നത്. നിരവധിയായ പാലങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അവയെല്ലാം കാലപ്പഴക്കത്തിൻ്റെ പട്ടികയിൽക്കകത്ത് ചേർന്ന് നിൽക്കുന്നവയും ആണ്. ആ പാലങ്ങളുടെ എല്ലാം നിർമ്മാണത്തിൻ്റെ രംഗത്തേക്ക് എത്തുന്നത്, പുനർനിർമ്മാണത്തിലേക്ക് എത്തുന്നത് കിഫ്ബിയുടെ സഹായത്തോടു കൂടിയിട്ടാണ്. ഇരുമ്പ് പാലം അടക്കമുള്ള പാലങ്ങൾ ആ പട്ടികയിൽ പെടുന്നുണ്ട്. സെൻറ്റ് മേരീസ് പാലവും ഇരുമ്പ് പാലവും എല്ലാം ഈ പട്ടികയിൽ ഉൾപ്പെട്ട് യാഥാർത്ഥ്യമായി തീരുമ്പോൾ നമ്മുടെ നാടിൻ്റെ മുഖച്ഛായ മാറും. ഭയാശങ്കയില്ലാതെ പാലങ്ങളിലൂടെ യാത്ര ചെയ്യാൻ കഴിയുക എന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. വയലാർ പാലവും കിഫ്ബിയുടെ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു, ആ പദ്ധതിയിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം കൂടി എടുത്തു പറയേണ്ടതാണ്. തീരദേശ മേഖലയുടെ വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് നിരവധി പദ്ധതികളാണ് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് മണ്ഡലത്തിൽ നടപ്പിലാക്കിയത്. തീരദേശ റോഡുകളുടെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ വഴി നിരവധി ഗ്രാമീണ റോഡുകൾക്ക് മികച്ച നിലവാരം കൈവരിക്കാനായതും നേട്ടമാണ്. ചേർത്തല വയലാർ കുറിയമുട്ടം എട്ടുപുരയ്ക്കൽ റോഡ് വികസനം, ചേർത്തല തണ്ണീർമുക്കം റോഡ്, മുട്ടത്തിപ്പറമ്പ് അർത്തുങ്കൽ റോഡ് നിർമ്മാണം ഇവയൊക്കെ ഗതാഗത മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനങ്ങളിൽ എടുത്തു പറയേണ്ടവയാണ്. വിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയ പരിഗണനയാണ് ഈ സർക്കാർ നൽകുന്നത്. ആധുനിക കാലഘട്ടത്തിനനുസരിച്ച് ക്ലാസ് മുറികൾ മാറ്റി. പഴയതുപോലെ പൊതുവിദ്യാലയങ്ങളെ ജനങ്ങൾ അവഗണിക്കുന്ന സ്ഥിതിയല്ല നിലവിലുള്ളത്. ചേർത്തല ശ്രീനാരായണ മെമ്മോറിയൽ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാകിരണം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2 നിലകളിലായി 6 ക്ലാസ് റൂമുകളും ഒരു ടോയ്ലറ്റും അടക്കമുള്ള ഇരുനില കെട്ടിടം നിർമ്മാണ പൂർത്തീകരണ ഘട്ടത്തിലാണ്. ഇതിനു പുറമെ ഹയർ സെക്കൻഡറി വിഭാഗത്തിനായി 1 കോടി രൂപ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ചിട്ടുണ്ട്. ചേർത്തല ചരമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ചേർത്തല സൗത്ത് എന്നീ വിദ്യാലയങ്ങളുടെ നിർമ്മാണ പൂർത്തീകരണവും എടുത്തു പറയേണ്ടവയാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ എത്തിക്കുക എന്നത് ഓരോ മേഖലയ്ക്കും അനിവാര്യമായ കാര്യമാണ്. അതിൽ നാം മുന്തിയ പരിഗണന കൊടുക്കേണ്ട ഒന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന പള്ളിക്കൂടങ്ങൾക്കാണ്. സർക്കാർ സ്കൂളുകൾ കെട്ടിടങ്ങളുടെ കാര്യത്തിൽ അങ്ങേയറ്റത്തെ അപര്യാപ്തത കൊണ്ട് വീർപ്പ് മുട്ടുന്നു അല്ലെങ്കിൽ ബുദ്ധിമുട്ടുന്നു എന്നുള്ളത് എത്രയോ കാലങ്ങളായി നമ്മൾ കേൾക്കാൻ തുടങ്ങിയ കാര്യമാണ്. അതിന് പരിഹാരമുണ്ടായത് കിഫ്ബിയുടെ ഇടപെടലോട് കൂടിയിട്ടാണ്. ചേർത്തലയിൽ തന്നെ ചേർത്തല ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂൾ, ശ്രീനാരായണ ഗുരു മെമ്മോറിയൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ, ചേർത്തല സൗത്ത് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, ചാരമംഗലം DVHSS, എണ്ണം പറഞ്ഞ പ്രധാനപ്പെട്ട ഈ സ്കൂളുകളുടെ എല്ലാം കെട്ടിടങ്ങൾ ഇന്ന് ആകാശത്തോളം മുട്ടിനിൽക്കുന്ന തരത്തിൽ ഏറ്റവും വമ്പൻ കെട്ടിടങ്ങൾ, സൗകര്യങ്ങളെല്ലാം ഉണ്ടായിത്തീർന്നതിൻ്റെ പിന്നിൽ കിഫ്ബിയുടെ സാമ്പത്തിക സഹായം തന്നെയാണ്. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ സ്കൂളുകളെല്ലാം അവരുടെ പുതിയ കെട്ടിടങ്ങൾ പൂർത്തിയായിരിക്കുന്നത്. ഇനിയും കുറേയേറെ സ്കൂളുകൾ ഇതേ പട്ടികയിൽ ഉൾപ്പെട്ട് അതിൻ്റെ കെട്ടിടം പണികളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ചേർത്തല കേരളത്തിനാകെ ഒരു നല്ല പാഠം സമ്മാനിച്ചിരിക്കുകയാണ്. ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ ശുചിമുറി മാലിന്യ പ്ലാന്റ് ഒടുവിൽ യാഥാർത്ഥ്യമായി. ഹൈക്കോടതി കേസും സമരവുമെല്ലാമായി നടക്കില്ലെന്ന് തന്നെ കരുതിയിരുന്നു ചേർത്തലയിലെ പ്ലാന്റ്. ആ ഘട്ടത്തിലാണ് ചേർത്തലയുടെ MLA കൂടിയായ കൃഷിമന്ത്രി P. പ്രസാദ് മുന്നിട്ടിറങ്ങി പ്രശ്നങ്ങൾ പരിഹരിച്ചത്. ചേർത്തലയുടെ വിദ്യാഭ്യാസ മേഖലയുടെ മുഖച്ഛായയ്ക്ക് മാറ്റമുണ്ടാക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ കുട്ടികൾ മെച്ചപ്പെട്ട പഠന നിലവാരത്തിലേക്ക് എത്തുന്നതിന് മികവാർന്ന ക്ലാസ് മുറികളും പഠന സൗകര്യങ്ങളും ഒരുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ സ്മാർട്ടാണ് എന്ന് പറയുമ്പോൾ അവർ പഠിക്കുന്ന പള്ളിക്കൂടങ്ങളും അവരുടെ ക്ലാസ് മുറികളുമെല്ലാം അതിനേക്കാൾ സ്മാർട്ടാവേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ആ സ്മാർട്ട്നെസ്സാണ്
കിഫ്ബിയുടെ ഇടപെടലിലൂടെ ചേർത്തലയിലെ നിരവധിയായ വിദ്യാലയങ്ങൾക്ക് ലഭ്യമായിരിക്കുന്നത് എന്നതും പ്രത്യേകം പറയേണ്ടുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് കിഫ്ബി ചേർത്തലയുടെ മുഖഛായയെ മാറ്റിയെടുക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നു എന്ന് പറയുന്നത്. ഈ നാടിന് ഒരിക്കലും മറക്കാൻ കഴിയുന്ന ഒന്നല്ല കിഫ്ബിയിലൂടെ ഉണ്ടായിട്ടുള്ള ഈ ഇടപെടലുകൾ എല്ലാം. ഓരോ പദ്ധതിയും ഓരോ പ്രവർത്തനവും ഒരു നാടിന് ഏറെ വേണ്ടപ്പെട്ടതാണ്. അത് മാർക്കറ്റിൻ്റെ വിപുലീകരണമാവട്ടെ, റോഡുകളുടെ കാര്യമാവട്ടെ. ചേർത്തല തണ്ണീർമുക്കം റോഡുകൾ ഉൾപ്പെടെയുള്ള നിരവധിയായ റോഡുകൾ ഈ പട്ടികയിൽ ഉൾപ്പെടുകയാണ്. നിരവധിയായ പദ്ധതികൾ കിഫ്ബിയിലൂടെ യാഥാർത്ഥ്യമായി തീരുമ്പോൾ അതിനനുസരിച്ച് ഒരു നാടിൻ്റെ വികസന കുതിപ്പ് കൂടി ഉണ്ടാവുന്നുണ്ട്. വികസനം എന്ന് പറഞ്ഞാൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുന്നുണ്ട്. ഓരോ വീടുകളിലേക്കും സന്തോഷമെത്തിക്കുക എന്നുള്ളത് വികസനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഏറ്റവും മികവാർന്ന സ്കൂളുകളിൽ പഠിക്കുമ്പോൾ ഓരോ വീടുകളിലും ആ സന്തോഷം എത്തുന്നുണ്ട്. ഹാപ്പിനെസ് പ്രദാനം ചെയ്യാൻ കഴിയുന്നുണ്ട്. കിഫ്ബിക്ക് ഇനിയും ഏറെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ കഴിയട്ടെ. ഓരോ ഇടങ്ങളിൽ നിന്ന് കിഫ്ബിക്കെതിരായി പലരും പലവിധങ്ങളായ വാർത്തകളെല്ലാം പടച്ചുവിടുമ്പോഴും നാം ഓർക്കുക, നാം ഈ കാണുന്ന വികസനത്തിൻ്റെ ഈ പദ്ധതികളെല്ലാം യാഥാർത്ഥ്യമാക്കി തീർത്തത് ഈ പദ്ധതിയിലൂടെയാണ്, കിഫ്ബി പദ്ധതിയിലൂടെയാണ് എന്ന്. തീർച്ചയായിട്ടും ഇനിയും ഒരുപാട് മുന്നോട്ടേക്ക് പോകാനുണ്ട്. അതിനെല്ലാം കിഫ്ബിയുടെ പിന്തുണയ്ക്കും പിൻബലത്തിനുമായിട്ടാണ് ജനപ്രതിനിധികളെല്ലാം നോക്കി നിൽക്കുന്നത്. ചേർത്തലയെ വികസനത്തിൻ്റെ കുതിപ്പിലേക്ക് എത്തിക്കുക എന്നത് ചേർത്തലയിലെ ജനതയ്ക്ക് അനുഭവവേദ്യമാകേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഏതെങ്കിലും ഒരു ജനപ്രതിനിധിക്കുണ്ടാവുന്ന നേട്ടമല്ല, ഒരു ജനതയ്ക്കുണ്ടാവുന്ന നേട്ടമാണ്. കിഫ്ബി എന്നത് ജനപ്രതിനിധികളുടെ നേട്ടമല്ല, ജനങ്ങളുടെ നേട്ടമാണ്. ചേർത്തലയിൽ ഞങ്ങൾ അനുഭവിക്കുന്നത് അതുതന്നെയാണ്. ഒരു ജനപ്രതിനിധി എന്നുള്ള ഇടത്തിൽ ഞാൻ ഉയർത്തിക്കാട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാവുന്നത് ജനങ്ങൾ അനുഭവിക്കുന്ന നേട്ടത്തിൻ്റെ കാര്യമാണ്. കിഫ്ബി അതുകൊണ്ട് തന്നെ ജനപ്രതിനിധിയല്ല, കേരളത്തിൻ്റെ ജനതയുടേതാണ്. നാളുകളിൽ വീണ്ടും ജനങ്ങൾക്ക് ഏറ്റവും സഹായകരമായി കിഫ്ബി ഉണ്ടാവണം, കിഫ്ബിയുടെ പദ്ധതികളും ഉണ്ടാവണമെന്നാണ് ഞങ്ങളെല്ലാം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത്. സമഗ്ര മേഖലകളിലും അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വലിയ മുന്നേറ്റമാണ് മണ്ഡലത്തിൽ നടന്നത്. ആ കാഴ്ചകളാണ് നവകേരളം നവമുന്നേറ്റത്തിലൂടെ പ്രേക്ഷകർ കണ്ടത്. കടലും കായലും കനാലുകളുമൊക്കെയായി പ്രകൃതി ഭംഗി ആവോളമുണ്ട് ആലപ്പുഴയ്ക്ക്. അറബിക്കടലും വേമ്പനാട് കായലും അതിർത്തി പങ്കിടുന്ന ആലപ്പുഴ നിയോജകമണ്ഡലം അതിരുകളില്ലാത്ത വികസന കുതിപ്പിലാണ്. വികസനത്തിൻ്റെ ആലപ്പുഴ അഴക് കാണാം നവകേരളം നവമുന്നേറ്റത്തിലൂടെ. പരമ്പരാഗത കയർ മത്സ്യത്തൊഴിലാളികളും അടിസ്ഥാന ജനവിഭാഗവും തിങ്ങിപ്പാർക്കുന്ന ആലപ്പുഴ ഭൂമിശാസ്ത്രപരമായി ഏറെ പ്രത്യേകതകളുള്ള നിയോജക മണ്ഡലമാണ്. കടലിനും കായലിനുമിടയിലുള്ള തീരദേശ മണ്ഡലങ്ങളിൽ ഒന്നായ ആലപ്പുഴ പ്രകൃതി കനിഞ്ഞു നൽകിയ അഴകുകൊണ്ട് തന്നെ പ്രശസ്തമാണ്. ആലപ്പുഴ നഗരസഭയുടെ വടക്കൻ മേഖലയിലുള്ള 25 വാർഡുകളും ആര്യാട്, മണ്ണഞ്ചേരി, മാരാരിക്കുളം തെക്ക്, മാരാരിക്കുളം വടക്ക് എന്നീ പഞ്ചായത്തുകളും ചേർന്നതാണ് ആലപ്പുഴ നിയോജക മണ്ഡലം. CPM-ലെ PP ചിത്തരഞ്ജനാണ് മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത്. ആലപ്പുഴ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ദീർഘകാലമായി ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒട്ടനവധി വികസന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ കിഫ്ബി പദ്ധതി മുഖാന്തരം കഴിയുന്നു എന്നുള്ളതാണ് വസ്തുത. കുടിവെള്ളത്തിന് വേണ്ടി മാത്രം 299 കോടി രൂപയാണ് കിഫ്ബി പദ്ധതി പ്രകാരം ഇപ്പോൾ നടപ്പിലാക്കി വരുന്ന ഒരു വർഷക്കാലത്തിനുള്ളിൽ കമ്മീഷൻ ചെയ്യാൻ കഴിയുന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത്. സർവതല സ്പർശിയായ വികസന പ്രവർത്തനങ്ങളാണ് ആലപ്പുഴ മണ്ഡലത്തിലാകെ നടക്കുന്നത്. പൂർത്തീകരിച്ചതും നിർമ്മാണം നടക്കുന്നതും തുക അനുവദിച്ചതുമായ 789 കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ആലപ്പുഴ മണ്ഡലത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റുന്നതാണ്. ഗതാഗത സൗകര്യ വികസനമാണ് ഹൈലൈറ്റ്. റോഡുകളും പാലങ്ങളുമൊക്കെയായി മണ്ഡലത്തിലെ ഗതാഗത സൗകര്യങ്ങളൊക്കെ ഉന്നത നിലവാരത്തിലെത്തി. റോഡ് നെറ്റ്വർക്കുകളും വലിയ പാലങ്ങളുമൊക്കെ ഇവയിലുണ്ട്. വിവിധ റെയിൽവേ സ്റ്റേഷനുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡ് നെറ്റ്വർക്കാണ് ഇവയിൽ പ്രധാനം. ശവക്കോട്ട, കൊമ്മാടി പാലങ്ങളുടെ നിർമ്മാണം പൂർത്തീകരിച്ചു.
അമ്പലപ്പുഴ മണ്ഡലവുമായി ചേർന്നു വരുന്ന മുപ്പാലം നാൽപ്പാലമാക്കി നിർമ്മാണം പൂർത്തീകരിച്ചപ്പോൾ ജില്ലാ കോടതി പാലത്തിന്റെ നിർമ്മാണം പ്രാരംഭഘട്ടത്തിലാണ്. നെഹ്റു ട്രോഫി വാർഡ് നിവാസികളുടെ സ്വപ്ന പദ്ധതിയായ പുന്നമട നെഹ്റു ട്രോഫി പാലത്തിന്റെ നിർമ്മാണവും തുടങ്ങി. ഏറ്റവും കൂടുതൽ കനാലുകളുള്ള ഒരു മണ്ഡലമാണ് ആലപ്പുഴ. ഈ കനാലുകൾക്ക് കുറുകെ പാലങ്ങൾ നിർമ്മിക്കുക എന്നുള്ളത് അത്യന്താപേക്ഷിതമാണ്. 124 കോടി രൂപ ചെലവഴിച്ച് ജില്ലാ കോടതി പാലം, 62 കോടി രൂപ ചെലവഴിച്ച് പുന്നമട പാലം, 32 കോടി രൂപ ചെലവഴിച്ച് ശവക്കോട്ട പാലം. അതിൽ ശവക്കോട്ട പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് തുറന്നു കൊടുത്തു. ബാക്കി 2 പാലങ്ങളുടെ നിർമ്മാണം തുടങ്ങിക്കഴിഞ്ഞു. കനാലുകളുടെ നവീകരണ പ്രവർത്തനങ്ങൾ, ശുചീകരണ പ്രവർത്തനങ്ങൾ, കനാൽ കരകളുടെ സംരക്ഷണം, ഏതാണ്ട് 100 കോടിയോളം രൂപ ആലപ്പുഴയുടെ പൈതൃകം സംരക്ഷിക്കുവാൻ വേണ്ടിയുള്ള മുസ്തരീസ്, ഇതെല്ലാം കൂടെ ചേർത്ത് 200 കോടിയോളം രൂപയാണ് ഈ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നത്. വിനോദസഞ്ചാര മേഖലയിൽ നല്ല ഉണർവുണ്ടാക്കാനും ആലപ്പുഴയ്ക്ക് കൂടുതൽ മുന്നേറാനും കഴിയുന്നതാണ് തീരുമാനങ്ങൾ ഗവൺമെൻറ് എടുത്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അക്കാര്യങ്ങൾ നടന്നു വരികയാണ്. ആലപ്പുഴ മണ്ഡലത്തിന്റെ തീരദേശത്തും വികസനത്തിന്റെ വെളിച്ചം പ്രകടമാണ്. ഗതാഗത സൗകര്യങ്ങൾക്കൊപ്പം തീരദേശവാസികൾക്ക് പ്രയോജനകരമായ വികസന പദ്ധതികളും പുരോഗമിക്കുകയാണ്. കാട്ടൂർ ബീച്ചിൽ 49 കോടിയിലധികം രൂപ ചെലവഴിച്ചുള്ള 34 പുലിമുട്ടുകളുടെ നിർമ്മാണം 50% പൂർത്തീകരിച്ചു. 97 കോടി 44 ലക്ഷം രൂപ ചെലവഴിച്ചുള്ള ചെത്തി ഹാർബറിന്റെ നിർമ്മാണവും നടന്നുവരികയാണ്. തീരദേശ മേഖലയെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള തീര സംരക്ഷണ പദ്ധതി, ടെട്രാപോഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള തീരസംരക്ഷണ പദ്ധതി ഏതാണ്ട് 91 കോടിയോളം രൂപ ചെലവഴിച്ച് തീരദേശത്തെ സംരക്ഷിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുക. മത്സ്യത്തൊഴിലാളി മേഖലയിൽ ഈ ജില്ലയിൽ പ്രവർത്തിക്കുന്നൊരു ഫിഷിംഗ് ഹാർബറില്ല. ഇപ്പോൾ ഏതാണ്ട് 130 കോടിയോളം രൂപ ചെലവ് വരുന്ന ചെത്തിയിലെ ഫിഷിംഗ് ഹാർബർ, അതിൻ്റെ പ്രവർത്തനവും ഏകദേശം 60% പൂർത്തിയായി. ബാക്കി അതിവേഗത്തിൽ പൂർത്തീകരിക്കാനാണ് ബന്ധപ്പെട്ടവർ തീരുമാനിച്ചിട്ടുള്ളത്. ആരോഗ്യ മേഖലയിലും വലിയ വികസന മുന്നേറ്റമാണ് നടക്കുന്നത്. താലൂക്ക് ആശുപത്രി നിലവാരത്തിലേക്ക് ഉയർത്തപ്പെട്ട ചെട്ടിക്കാട് ആശുപത്രിയിൽ 101 കോടി രൂപ ചെലവഴിച്ചുള്ള പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ആലപ്പുഴയിലെ KSTP ആണ് നമ്മുടെ സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പിൻ്റെ അടുക്കള എന്നറിയപ്പെടുന്നത്. അവിടെ നിർമ്മിക്കുന്ന വളരെ ഗുണമേന്മയുള്ള മരുന്നുകൾ അതിന് നല്ല മാർക്കറ്റാണ്. അവിടെ ക്യാൻസർ രോഗത്തിനുള്ള മരുന്ന് നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ഏതാണ്ട് 120 കോടിയോളം രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള ഓങ്കോളജി പാർക്ക്, അതിൻ്റെ പ്രവർത്തനം അധികം വൈകാതെ ആരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്ഥലവും മറ്റു കാര്യങ്ങളും എല്ലാം പൂർത്തീകരിച്ചു. ആ പദ്ധതി നൂറുകണക്കിനുകൾക്ക് തൊഴിലും കൂടെ കിട്ടാൻ പോകുന്നൊരു വലിയ പദ്ധതിയാണ്. അതുപോലെ തന്നെയാണ് ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴയിലെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ ഇടപെടൽ. ജനറൽ ആശുപത്രി ആലപ്പുഴ നഗരത്തിൻ്റെ 25 വാർഡും അമ്പലപ്പുഴ മണ്ഡലത്തിൻ്റെ 27 വാർഡും അടങ്ങുന്നതാണ്. ആ ആശുപത്രി ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യപ്പെടുകയുണ്ടായി. 100 കോടി രൂപയുടെ മുകളിൽ ചെലവഴിച്ചുകൊണ്ടാണ് 7 നിലയുള്ള മനോഹരമായ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. ആലപ്പുഴ മണ്ഡലത്തിൽ തന്നെ ഏതാണ്ട് 101 കോടി രൂപ ചെലവഴിച്ചാണ് താലൂക്ക് ആശുപത്രി ചെട്ടിക്കാട് അതിൻ്റെ നിർമ്മാണം നടന്നു വരുന്നു. ഏതാണ്ട് പകുതി 50% മുകളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ആലപ്പുഴ മണ്ഡലത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിലാകെയുള്ള മുന്നേറ്റം ആശാവഹമാണ്. സർക്കാർ വിദ്യാലയങ്ങളിലടക്കം കോടികൾ ചെലവഴിച്ചുള്ള കെട്ടിടങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. എയ്ഡഡ് സ്ഥാപനങ്ങളോട് കിടപിടിക്കുന്ന സൗകര്യങ്ങളാണ് സർക്കാർ വിദ്യാലയങ്ങളിൽ ഉൾപ്പെടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്.
സ്കൂളുകളുടെ നിർമ്മിക്കുന്നതിന് വേണ്ടി നിരവധി സ്കൂളുകൾക്ക് കിഫ്ബിയുടെ ധനസഹായത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച് ഇപ്പോൾ അതെല്ലാം പൂർത്തീകരിച്ച് നല്ല നിലയിൽ അധ്യയനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു. വളർന്നുവരുന്ന കായിക താരങ്ങൾക്ക് ശോഭനമായ ഭാവി വാഗ്ദാനം ചെയ്യുന്ന പദ്ധതികളും ശ്രദ്ധേയമാണ്. 5 കോടി രൂപ വീതം ചെലവഴിച്ചുള്ള കണിച്ചുകുളങ്ങര, ആര്യാട് സ്റ്റേഡിയങ്ങളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. കായിക മേഖലയിൽ ഒരു പുത്തൻ കുതിപ്പുണ്ടാക്കാൻ കഴിയുന്ന നിലയിൽ തന്നെ ഇൻഡോർ സ്റ്റേഡിയങ്ങൾ അതെല്ലാം ഈ കിഫ്ബി വന്നതിൻ്റെ ഫലമായിട്ടാണ് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏതാണ്ട് 2,44,00,000 രൂപ ചെലവഴിച്ചുള്ള 2 ആധുനിക ഫിഷ് മാർക്കറ്റുകൾ അത് ആലപ്പുഴ മണ്ഡലത്തിൽ ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുകയുണ്ടായി. ആ നിലയിൽ ഇന്നലെ വരെ ഒന്നും ഇവിടെ നടക്കില്ല, ആര് ഭരിച്ചാലും ഒന്നും നടക്കില്ല എന്നൊരു പ്രചരണമാണെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ കിഫ്ബിയുടെ വരവോടുകൂടി വലിയ ആത്മവിശ്വാസമാണ് ജനങ്ങളിൽ നിന്നുണ്ടാകുന്നത്. അസാധ്യമായതൊന്നുമില്ല എന്ന തിരിച്ചറിവാണ് അവർക്കുണ്ടാകുന്നത്. നമ്മുടെ നാട് ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള നല്ല ഒരിടപെടൽ കിഫ്ബിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. ഞാൻ അവരുടെ മുക്തകണ്ഠം ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുവാൻ ഈ അവസരം ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ ഈ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകൾ കുറേ കൂടി കാര്യക്ഷമതയിലൂടെ പ്രവർത്തിച്ചാൽ നമുക്ക് ഈ ഗവൺമെൻറ്റിൻ്റെ കാലാവധിക്കുള്ളിൽ തന്നെ ഈ പദ്ധതികളെല്ലാം കമ്മീഷൻ ചെയ്യാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആലപ്പുഴയെ സമ്പൂർണ്ണ ശുചിത്വ മണ്ഡലമാക്കുന്നതിനുള്ള ക്യാമ്പയിനും ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. തൊഴിൽ രഹിതർക്ക് തൊഴിൽ ലഭ്യമാക്കുന്നതിനുള്ള മെഗാ ജോബ് ഫെസ്റ്റുകളും സംഘടിപ്പിക്കുന്നു. ജനങ്ങളിൽ നിന്നുള്ള പരാതികൾ കേൾക്കുവാനും വികസന നിർദ്ദേശങ്ങൾ തേടാനും PP ചിത്തരഞ്ജൻ MLA നേരിട്ട് ജനകീയം എന്ന പേരിൽ പ്രത്യേക പദ്ധതിയും നടപ്പാക്കുന്നുണ്ട്. ആലപ്പുഴയുടെ വിനോദസഞ്ചാര മേഖലയിൽ അതുപോലെ തന്നെ കായിക മേഖലയിൽ ഒക്കെ വൻ കുതിപ്പുണ്ടാക്കാൻ കഴിയുന്ന നിലയിലേക്കുള്ള പദ്ധതികളാണ് കിഫ്ബി മുഖാന്തരം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നാടിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനം അത് സാക്ഷാത്കരിക്കാൻ കഴിയുന്ന നിരവധിയാകുന്ന പദ്ധതികൾ കിഫ്ബി മുഖാന്തരം നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം നാടിൻ്റെ വളർച്ചയിൽ വലിയ പങ്കാണ് കിഫ്ബി എന്ന ഈ മഹത്തായ ധനകാര്യ സ്ഥാപനം വഹിച്ചിട്ടുള്ളത്. എൻ്റെ എല്ലാ നിലയിലുള്ള ആശംസകളും അതുപോലെ തന്നെ ഈ നാടിന് ലഭിച്ചിട്ടുള്ള ഈ പദ്ധതികളെല്ലാം അനുവദിച്ചു നൽകിയതിനുള്ള നന്ദിയും ഞാൻ രേഖപ്പെടുത്തുകയാണ്. മണ്ഡലത്തിൻ്റെ മുക്കിലും മൂലയിലും അനുഭവേദ്യമാകുന്ന വികസന വെളിച്ചമാണ് ആലപ്പുഴയിൽ ആകെ പരക്കുന്നത്. ചെറിയ റോഡ് വികസനം മുതൽ വൻ പദ്ധതികൾ വരെ ഈ കൂട്ടത്തിലുണ്ട്.